നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമ. ഗുരുഗീത 45 തൊട്ട് 50 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. വന്ദേ ഗുരുപദദ്വന്ദ്വം വാങ്മനശ്ചിത്തഗോചരം ശ്വേതരക്തപ്രഭാഭിന്നം ശിവശക്ത്യാത്മകം പരം. ശ്വേതവും രക്തപ്രഭയാർന്നതും ശിവശക്തി സ്വരൂപവും ആയ വാക്ക്, മനസ്സ്, ചിത്തം എന്നിവയിലൂടെ അറിയപ്പെടുന്നവയുമായ ഗുരുപാദയുഗ്മങ്ങളെ ഞാൻ വന്ദിക്കുന്നു. ഗുകാരം ച ഗുണാതീതം രുകാരം രൂപവർജിതം ഗുണാതീതസ്വരൂപം ച യോ ദദ്യാസ ഗുരുൽ സ്മൃതാ. ഗുകാരം ഗുണാതീതമാണ്, രുകാരമാകട്ടെ രൂപരഹിത തത്വവും. ആരാണോ ഗുണാതീത സ്വരൂപം കാട്ടിത്തരുന്നത് ആ ആളാണ് ഗുരു എന്നറിയപ്പെടുന്നത്. അത്രിനേത്ര സർവസാക്ഷി അച്ചതുർബാഹുരച്യത അച്ചതുർവദനോ ബ്രഹ്മ ശ്രീഗുരു കഥിത പ്രിയേ. പ്രിയേ, നേത്രങ്ങളിലും സർവസാക്ഷിയായ ശിവനായിരിക്കുന്നതാരോ, ചതുർബാഹുക്കളില്ലെങ്കിലും അച്യുതനായിരിക്കുന്നതാരോ, നാൻമുഖമില്ലെങ്കിലും ബ്രഹ്മാവായിരിക്കുന്നതാരോ ആ ആളിനെ ശ്രീ ഗുരുവെന്ന് പറയുന്നു. അയം മയാഞ്ജലിർബദ്ധോ ദയാസാഗരവൃദ്ധയേ യദനുഗ്രഹതോ ജന്തു ചിത്രസംസാരമുക്തിഭാഗ്. ആരുടെ അനുഗ്രഹത്താലാണോ ജന്തുലോകം വിചിത്രമായ സംസാരത്തിൽ നിന്ന് മുക്തരാകുന്നത്, ആരാണോ വലിയ കൃപാസാഗരമായി തീരുന്നത്, ആ ഗുരുനാഥനെ ഞാൻ അഞ്ജലിബദ്ധനായി നമസ്കരിക്കുന്നു. ശ്രീ ഗുരോ പരമം രൂപം വിവേകചക്ഷുഷോമൃതം മന്ദഭാഗ്യാന പശ്യന്തി അന്ധാ സൂര്യോദയം യഥാ. വിവേകദൃക്കുകൾക്ക് ഗുരുസ്വരൂപം അമൃതമാണ്. മന്ദഭാഗ്യരായ അവിവേകികൾക്കാകട്ടെ അന്ധന് സൂര്യനെ കാണാനാകാത്തതുപോലെ ഗുരുവിനെ കാണാൻ കഴിയുന്നില്ല. ശ്രീനാഥചരണദ്വന്ദ്വം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുര്യാത് ഭക്ത്യാ പ്രതിദിനം പ്രിയേ. ശ്രീ ഗുരുനാഥൻ്റെ ചരണയുഗ്മം ഏതു ദിശയിൽ വിരാജിക്കുന്നുവോ ആ ദിശയിൽ പ്രതിദിനം ഭക്തിയോടെ നമസ്കരിക്കേണ്ടതാണ്. ഇത് ഭഗവാൻ ശിവൻ ശ്രീപാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്.